ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കാണുകയുണ്ടായി. നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലുള്ള അപജയവും പ്രതിസന്ധികളും പ്രയാസങ്ങളും വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന നിലക്ക് വിവരിക്കപ്പെട്ടതാണ്. കേരളം അത് ഒരുപാട് ചർച്ച ചെയ്തു. അതിൻ്റെ വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലായി. ജനം അത് വളരെ സീരിയസ് ആയി എടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഹാരിസിന് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് പിന്തുണ നൽകിയൊരു വിഷയമാണത്. ഇപ്പോൾ ആദ്യം ഹാരിസിന് അനുകൂലമായി ചെറിയ സ്റ്റേറ്റ്മെന്റുകൾ നടത്തി മെല്ലെ അത് മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന നിലക്ക്, അന്വേഷണ റിപ്പോർട്ട് കിട്ടിയെന്ന നിലക്ക് ആരോഗ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ചില ദുസ്സൂചനകളുണ്ട്. ആ ദുസ്സൂചന എന്താണെന്ന് ചോദിച്ചാൽ, ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ കമ്മീഷന്റെ പരിശോധനയിൽ ഈ ഡിപ്പാർട്ട്മെന്റിലെ വളരെ വിലപ്പെട്ട ചില എക്യുപ്മെന്റ്സ് കാണാനില്ല. MP ഫണ്ടിൽ നിന്ന് വാങ്ങിയ എക്യുപ്മെന്റ്സ് ആണ് അത് കാണാതായത്. അതിന് വില ചോദിക്കുന്നുണ്ട് പത്രക്കാർ. അതിനവർ കൃത്യമായ മറുപടി പറയുന്നില്ല. അപ്പൊ ഇതൊരു വലിയ ദുസ്സൂചനയാണ്. ഡോക്ടർ ഹാരിസിനെ ഒരു കളവ് കേസിൽ പ്രതിയാക്കാനുള്ള കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് അങ്ങനെ സാധനങ്ങൾ കാണാതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ സാധനങ്ങൾ കാണാതായിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ സാധനങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റി ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ കൃത്യമായ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടാകും എന്നത് തന്നെയാണ് സത്യം. ഡോക്ടർ ഹാരിസ് എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് വിതുമ്പിക്കൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇത് ഗവൺമെന്റ് ഇത് അവസാനിപ്പിക്കണം. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷവും ഒക്കെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം, കേരളത്തിലെ ആരോഗ്യരംഗത്തുള്ള പ്രതിസന്ധികൾ പത്രക്കാരായ നിങ്ങൾ അനവധി തവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് ഏറ്റെടുക്കേണ്ട, ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട പ്രതിപക്ഷ നേതാക്കന്മാർ ആ വിഷയം ഏറ്റെടുക്കാത്തൊരു ഘട്ടത്തിൽ ഒരു ഡോക്ടർക്ക് തന്നെ സർവീസിലിരിക്കെ ഇത് പറയേണ്ടി വന്നതാണ്. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം കൂടി ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അത് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ P. ശശിയുടെ ഗൂഢാലോചന തന്നെയാണ്. ഈ വിഷയങ്ങളിലൊക്കെ ഗൂഢാലോചന നടത്താൻ ഈ പറയുന്ന അജിത് കുമാറും ഈ പറയുന്ന P. ശശിയും ഒരു മാഫിയ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഗൂഢാലോചന തന്നെയാണ്. എന്നെ കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതുപോലെ എന്തിന്റെ പിന്നിലും സർക്കാരിനെതിരെ വരുന്ന നേർക്ക് നേരെയുള്ള സത്യസന്ധമായ വിഷയങ്ങളെ തകർത്ത് കളയാനും അത് ഉന്നയിച്ചവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള ഒരു വലിയ ഒരു ടീം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ടീമിന്റെ കണ്ടെത്തലും ഗൂഢാലോചനയും തന്നെയാണ് ഈ പാവപ്പെട്ട ഡോക്ടറെ ഈ കേസിൽ, കളവ് കേസിൽ കള്ളത്തരത്തിൽ കുടുക്കി അദ്ദേഹത്തെ ജയിലിലടക്കാനുള്ള തീരുമാനം. അത് എതിർക്കപ്പെടണം. കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം. ഒരു കാരണവശാലും ഈ വിഷയത്തിന്റെ പേരിൽ ഡോക്ടർ ഹാരിസിനെ ഇരുമ്പഴിക്കുള്ളിലാക്കുന്ന ഒരു തീരുമാനത്തിനും സർക്കാർ എടുത്താൽ അതിനെ തിരുത്തിക്കാൻ കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കണമെന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് അതിന്റെ ഒരു അത് ആ നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുക്കുന്ന എന്തിനാണ്? അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളാണ് ഓരോന്നും നിഷേധിക്കുന്നത്. നിഷേധിക്കുന്നതോടൊപ്പം ആഡ് ഓൺ ചെയ്യാണ് ഒരു കളവ് കേസ്. അപ്പോൾ ഇനി ആരും സർക്കാരിനെതിരെ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും മിണ്ടാൻ പാടില്ല. അവരുടെ വായ അടപ്പിക്കുന്ന, അവരെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. ഇത് കേരളത്തെ ജനം തിരിച്ചറിയും. മറ്റൊന്ന്, ഈ മാമി കേസിൽ ഇപ്പം ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നു. ആദ്യത്തെ അന്വേഷണം തുടങ്ങി. അതിൽ ഉയർന്നൊരു പ്രശ്നം, ഈ SHO മുതൽ താഴെയുള്ളവർക്ക് വരെയാണ് അന്വേഷണം. യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ടത് അത് എങ്ങനെയാണ്? അല്ല, മാമി കേസ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞതാണ്. മാമി കേസ് തെളിയാൻ പോകുന്നില്ല എന്ന് ആവർത്തിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്ന കാരണം ഇപ്പോൾ നമുക്കറിയാം. ഞാൻ അത് പറഞ്ഞിട്ട് മാമി മരിച്ചിട്ട് 2 വർഷം ഇപ്പോൾ പൂർത്തിയായി. ഓഗസ്റ്റ് മാസത്തിലാണ് 23 അദ്ദേഹത്തെ മരിച്ചിട്ടല്ല, കാണാതായിട്ട്. ഇപ്പോഴും അതിന് യാതൊരു അഡ്രസ്സും ഇല്ല. ഈ കേസ് ആദ്യം അന്വേഷിക്കണം നടക്കാവ് പോലീസാണ്.
നടക്കാവ് പോലീസ്, കാരണം ഇതൊരു പ്രീ പ്ലാൻഡ് ആയിരുന്നു. പോലീസിന് ഇൻഫർമേഷൻ, മാമിയെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കിയവര് സമൂഹത്തിലെ വൻ ശക്തിയാണെന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോലീസിന് അന്നേ ഇൻഫർമേഷൻ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ കേസ് തെളിയരുത് എന്ന് നിലക്ക്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാര്യ അന്ന് കൊടുത്ത പരാതിയിൽ ആദ്യം നമുക്കറിയാം, ഒരു തീപ്പെട്ടി കാണാതായാല് പോലീസ് ആദ്യം ചെയ്യുന്നത് എന്താണ്? ആ തീപ്പെട്ടി കാണാതായ പ്രദേശത്തിന്റെ CCTV ഫൂട്ടേജുകൾ ആദ്യം സംഭരിക്കുന്ന ജോലിയെ ചെയ്യുക. ഇത്ര സീരിയസ് ആയ ഒരു കേസിൽ തുടക്കം മുതലേ ചെയ്തത് എന്താ? അത് പരിപൂർണമായിട്ടും ആ CCTV ദൃശ്യങ്ങൾ ഒരു സ്ഥലത്തുനിന്നും അത് എടുക്കാനുള്ള ഒരു താല്പര്യം പോലീസ് കാണിച്ചില്ല. ഇപ്പൊ 2 കൊല്ലം കഴിയുമ്പോ ഉന്നത ഉദ്യോഗസ്ഥന് വെളിപാട് വന്നുകൊണ്ട് അന്ന് ഈ പറയുന്ന നടക്കാവ് പോലീസിൽ വീഴ്ച വന്നിട്ടുണ്ട്, നടപടി സ്വീകരിക്കണം എന്ന് പറയാണ്. ഇതൊക്കെ കണ്ണിൽ പൊടിയിടാനാണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ചുമതല അന്നത്തെ ACK അല്ലായിരുന്നു. അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ? അതില്ലല്ലോ. ഈ ഒരു SHO ലെവലില് ഈ കേസ് ഒതുക്കാൻ നോക്കുകയാണ്. സർക്കാർ എന്തോ ചെയ്യുന്നു എന്ന് കോഴിക്കോട്ടെയും കേരളത്തിലെയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കള്ളത്തരത്തിനപ്പുറം ഇതിൽ ഒരു സത്യസന്ധതയില്ല. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ മാമി തിരോധാനം തെളിയിക്കപ്പെട്ടാൽ ഇവിടെ കുടുങ്ങാൻ പോകുന്നത് പോലീസിലെയും സമൂഹത്തിലെയും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നതരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇത് തെളിയാൻ പോകുന്നില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം തെളിയാൻ പോകുന്നില്ല. ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റിനെ ഈ പറഞ്ഞ വ്യക്തികൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മാമിക്കും മാമിയുടെ കുടുംബത്തിനും ഉണ്ടായ ഈ നഷ്ടത്തിനും ഈ ദുഃഖത്തിനും ഒരു പരിഹാരവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അപ്പം വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്നാണോ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ അന്വേഷിച്ചാൽ മതി? എന്താണ് അതിൽ പറയാനുള്ളത്? ഇതിൽ ലോക്കൽ പോലീസ് 2 പോലീസുകാർ അന്വേഷണത്തെ രീതി. ഇതിന് വലിയ അന്വേഷണ സംഘത്തിന്റെ ഒന്നും യഥാർത്ഥ ആവശ്യമില്ല. കേസ് അന്വേഷിക്കാൻ ആത്മാർത്ഥമായി ചങ്കൂറ്റമുള്ള, അതിന് തയ്യാറുള്ള സാധാ പോലീസ് ഓഫീസർമാരെ ഇത് ഏൽപ്പിച്ചാൽ ഈ വിഷയം തെളിയും. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൈയും കാലും കെട്ടിയിട്ടാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഈ പ്രാരംഭഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് സാധ്യതയാണ്? പ്രാരംഭഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിച്ചു എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാലോ. കേരളത്തിലെ പോലീസ് എന്താ പറയാ, ഒരു നൂലിഴ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മളവിടെ കേസുകൾ ഒരു രോമം കൊണ്ട് കേസ് തെളിയിക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ്. ഈ പറയുന്ന തെളിവുകളൊക്കെ എന്താ പറയാ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയും സത്യസന്ധമായി അന്വേഷിച്ചാൽ അതിന്റെ വസ്തുതകൾ പുറത്തു വരാവുന്നുള്ളൂ. അത്ര ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസൊന്നുമല്ല അത്. അപ്പൊ ഇനിയും അതിന് സാധ്യത ഉണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ്, ഈ ADGP അജിത് കുമാർ ഇപ്പൊ എക്സൈസിലേക്ക് മാറ്റി. ഒരു കാര്യമില്ല. പോലീസ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് MR അജിത് കുമാറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ അജിത് കുമാറിന് എന്താ ചെയ്തത്? ഈ പറയുന്ന മാമി കേസ്, റിദാൻ ബാസിൽ കേസ്, കോഴിക്കോട് എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഇവിടുത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഞാൻ പരാതി, ഇതിലൊന്നും അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ മുക്തനാക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ മൂത്രമൊഴിച്ചതിന് കേസെടുത്ത പോലെയാണ് ഇപ്പം ഒരു പെറ്റി കേസ് അടിച്ചിട്ട് ട്രാക്ടറിൽ കയറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്താ പറയുക മാറ്റി നിർത്തുന്നത്. അപ്പൊ കൊലക്കേസിൽ നിന്നും കളവ് കേസിൽ നിന്നും പിടിച്ചുപറിയിൽ നിന്നും എന്താ പറയാ സ്മഗ്ലിങ്ങിൽ നിന്നും ഒക്കെ ഒരു വ്യക്തിയെ കുറ്റവിമുക്തനാക്കി ഗവൺമെന്റ്. എന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ 3.5 കോടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റി കേസ് പോലുള്ള ഒരു കേസ് ഇട്ടിട്ട് ഇതാ ഞങ്ങൾ നടപടി സ്വീകരിച്ചല്ലോ എന്ന് നാളെ തെരഞ്ഞെടുപ്പിൽ ഈ അജിത് കുമാർ ഒരു വിഷയം തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ എന്ന് ആർക്കറിയാം? മുഖ്യമന്ത്രിക്കും CPM ലീഡർഷിപ്പിനും അറിയാം. അതിന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പെറ്റി കേസ് പോലെയുള്ള എന്ത് ശിക്ഷയിൽ കിട്ടാൻ പോകുന്നു? ട്രാക്ടറിൽ കയറിയത് ഒരു ശിക്ഷയും കിട്ടാൻ പോകുള്ളൂ, 1-2 PR ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ജീവിതകാഴ്ച അദ്ദേഹം എന്താ പറയുക ജയിലിൽ പോകാൻ സാധ്യതയുള്ള കേസുകളും പരാതികളും തെളിവുകളും കൊടുത്തത് മുഴുവൻ തള്ളി. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ മാനേജ്മെന്റ് ആണ് ആളുകളെ ഫൂളാക്കുന്നത്. അതുകൊണ്ട് അജിത് കുമാർ പോലീസ് IPS ആ പദവി നിലനിർത്തുന്നിടത്തോളം കാലം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളായ മാമി ഉൾപ്പെടെ ഇടവണ്ണ റിദാൻ കേസ് ഉൾപ്പെടെ എയർപോർട്ട് കേസ് ഉൾപ്പെടെ ഒന്നും ഇവിടെ തെളിയാൻ പോകുന്നില്ല. പിന്നെന്തായാലും 100% വസ്തുതയല്ലേ? പോലീസുകാർ മാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട കുടുംബം പരാതിയുമായി ചെല്ലുമ്പോൾ അന്നുണ്ടായിരുന്ന പ്രതികരണങ്ങൾ ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്തായിരുന്നു എന്നുള്ളത്. രണ്ടാമത് അന്വേഷിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടാമതും ചർച്ച വരുന്നത് ഈ വിഷയം
കഴിഞ്ഞ 9 മാസം മുമ്പ് ഞാൻ ഉന്നയിക്കുന്ന സമയത്താണ് വീണ്ടും ഇത് ചർച്ചയായി വരുന്നത്. ആ കേസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. വീണ്ടും പത്രങ്ങളും ജനങ്ങളും മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കുകയും ഈ വിഷയം പൊതുവായിട്ട് ഞാൻ പറഞ്ഞ കേസുകളുടെ കൂട്ടത്തിൽ പ്രധാന വിഷയമായി മാമി വിഷയം ഉന്നയിക്കുകയും കോഴിക്കോട് മുതലക്കുളത്ത് ജനങ്ങൾ വലിയൊരു യോഗം സംഘടിപ്പിക്കുകയും അതിൽ പ്രചരണം ഉണ്ടാകുകയും ഒക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഇത് വന്നത്, വീണ്ടും ഇത് ചർച്ച ഇല്ലെങ്കിൽ ഇത് മാറിപ്പോയി എപ്പോഴോ. അതുകൊണ്ട് ഈ ഗവൺമെന്റും അജിത് കുമാറും ഇരിക്കുന്നിടത്തോളം കാലം ദർ ഇസ് നോ ചാൻസ് ഈ കേസ് തെളിയില്ല. അതാണ് വസ്തുത. ഈ നമ്മൾ വൈകി വന്നത്